തിരുവനന്തപുരം ജില്ലയിലെ കല്ലയം എന്ന സ്ഥലത്ത് ഷിൻഡോ, ജോസ് ജേക്കബ് എന്നിവരുടെ സ്വപ്ന വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ മലയിടിച്ച സ്ഥലത്ത് നാച്ചുറലായിട്ടുള്ള ശുദ്ധവായുവും വളരെ മനോഹരമായ പ്രകൃതി സൗന്ദര്യവും മൂന്നാറിലെ തണുപ്പും കൂടി ഒരുമിച്ച ഒരു കാലാവസ്ഥയിൽ അണിയിച്ചിരിക്കുന്നതാണ് ഈ സ്വപ്ന വീട്. എട്ട് സെൻറ്റ് സ്ഥലത്ത് 2089 സ്ക്വയർ ഫീറ്റിൽ ബഡ്ജറ്റ് പ്ലാൻ ആയിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 5 ബെഡ്റൂം, 5 ടോയ്ലറ്റ്, 2 വലിയ ഹാള്, ഒരു ബാൽക്കണി, ഒരു സിറ്റ് ഔട്ട്, ഒരു കിച്ചൺ, ഒരു വർക്ക് ഏരിയ, പിന്നെ ഒരു ഡൈനിങ് അടക്കം ഒരു കാർ പോർച്ചും അടക്കം വളരെ നല്ല രീതിയിൽ, അതായത് കണ്ടംപററി ആയിട്ടുള്ള ഡിസൈനാണ് പ്ലാനിങ്ങിൽ വരെ കൊടുത്തിട്ടുള്ളത്. നാച്ചുറൽ സ്റ്റോണിൻ്റെ അകമ്പടിയോടുകൂടി വളരെ സിമ്പിളായിട്ടുള്ള സൺഷെയ്ഡും വെർട്ടിക്കൽ പർഗോളയും ഒത്തിണങ്ങിയ കണ്ടംപററി സ്റ്റൈലും കൊളോണിയൽ സ്റ്റൈലും ഒത്തൊരുമിച്ച് ഒട്ടും ഭംഗി ചോരാതെ തന്നെ ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ ആംബി വാലി എന്ന സ്ഥലത്ത് അനേക റെസിഡൻഷ്യൽ പ്ലോട്ടുകളുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ കാണുന്ന വീട് നിലനിൽക്കുന്നത്. ഈ സ്ഥലത്തുള്ള ഏറ്റവും ഉയർന്ന ഒരു കുന്നാണ് നമ്മൾ ഈ വീടിന് വേണ്ടി തിരഞ്ഞെടുത്തത്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ വീടിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനും ഫസ്റ്റ് ഫ്ലോർ പ്ലാനും ഇതിൻ്റെ സൈറ്റ് പ്ലാനും നമ്മൾ ഈ വീഡിയോയിൽ കൂടി തന്നെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ വളരെ സ്പേസ് സേവിംഗ് ആയിട്ടാണ് നമ്മളിതിൻ്റെ ഓരോ പ്ലാനും ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ അകത്തോട്ട് കടക്കുമ്പോൾ മനോഹരമായിട്ടുള്ള ഫ്രണ്ട് ഡോറാണ് നൽകിയിട്ടുള്ളത്. ഈ തടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം നമുക്ക് തേക്കിൻ്റെ തടിയും ഫടാക്ക് എന്ന വുഡിൻ്റെ തടിയുമാണ് നമ്മൾ തടിപ്പണിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് വീടിനകത്തേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇത്. ടി മോഡലിലുള്ള ലിവിങ് ഏരിയയാണ് നമ്മുടെ ഈ പ്ലാനിൽ നൽകിയിട്ടുള്ളത്. അതായത് ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു ലിവിങ് ഏരിയ, റൈറ്റ് സൈഡിലായിട്ട് ഡൈനിങ്, അത് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിലായിട്ട് മുകളിലേക്ക് കയറുന്നുള്ള സ്റ്റെയർ കേസും വളരെ കോമ്പാക്റ്റ് ആയിട്ട് നൽകിയിട്ടുണ്ട്. രണ്ട് ബെഡ്റൂമും 3 ബാത്റൂമും ഗ്രൗണ്ട് ഫ്ലോറിൽ നൽകിയിട്ടുണ്ട്. 6 പേർക്ക് ഇരുന്ന് കഴിക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡൈനിങ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഫ്രണ്ടിൽ നിന്നും ബാക്കിലേക്കും ഇടത്തുനിന്ന് വലത്തോട്ടും ക്രോസ് വെന്റിലേഷൻ കിട്ടത്തക്ക രീതിയിലുള്ള ജനലും അതിൻ്റെ അനുസരിച്ചുള്ള എയർ ഹോളും നൽകിയിട്ടുണ്ട്. അതായത് നമ്മുടെ വീടിനകത്ത് കയറുമ്പോൾ തന്നെ വളരെ ഒരു കൂളിംഗ് ആയിട്ടുള്ള എഫക്റ്റ് നമുക്കിത് കിട്ടുന്നുണ്ട്. അതായത് AC ഇടാതെ തന്നെ നമുക്ക് റൂമിനകത്തേക്ക് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് നമ്മൾ ഈ വീടിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഇത് ചെയ്തിട്ടുള്ളത്. ഈ റൂമാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡായിട്ട് നൽകിയിട്ടുള്ളത്. ഈ റൂമും അതിൻ്റെ ബാത്റൂമും അറ്റാച്ച്ഡായിട്ട് നൽകിയിട്ടുള്ള ബാത്റൂമുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ 304 ഗ്രേഡിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പും അതുകൂടാതെ തന്നെ GI പൈപ്പും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഹാൻഡ് റെയിൽ ഡിസൈനിങ് ആണ് ഇതിൻ്റെ മുഖ്യ ആകർഷണമെന്ന് പറയുന്നത്.
ഗാലക്സി ബ്ലാക്ക് ഗ്രാനൈറ്റും വൈറ്റ് ടൈലും തമ്മിലുള്ള ഒരു കോമ്പിനേഷനും GI പൈപ്പും സ്റ്റെയിൻലെസ് സ്റ്റീലും തമ്മിലുള്ള കോമ്പിനേഷനും കൂടി മറ്റൊരു ലെവലിലേക്കാണ് ഇതിൻ്റെ സ്റ്റെപ്പും ഹാൻഡ് റെയിലും കൊണ്ടെത്തിക്കുന്നത്. ഇത് മുകളിലത്തെ നിലയിലുള്ള ബെഡ്റൂമും അതിൻ്റെ തൊട്ട് അറ്റാച്ച്ഡ് ബാത്റൂമുമാണ്. ഈ 5 ബാത്റൂമും നമ്മൾ എപ്പോക്സിയുടെ ജോയിൻറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ജാഗ്വറിൻ്റെ ഫിറ്റിങ്സാണ് നമ്മൾ ബാത്റൂം ഫിറ്റിങ്സിന് വേണ്ടിയിട്ടെല്ലാം എടുത്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ ചെല്ലുന്നത് ഹാഫ് ഗ്ലേസ്ഡ് ഹാഫ് പാനൽഡ് ആയിട്ടുള്ള ഗ്ലാസ് ഡോറും തുറന്ന് നേരെ കിച്ചനകത്തോട്ടാണ് നമ്മൾ എത്തുന്നത്. ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ മനോഹരമായിട്ടുള്ള വീടിൻ്റെ മനോഹരമായിട്ടുള്ള കിച്ചൺ. കിച്ചൺ സ്ലാബിൻ്റെ അടിയിലും കിച്ചൺ സ്ലാബിൻ്റെ മുകളിലുമായിട്ട് എക്സ്റ്റീരിയർ ക്വാളിറ്റിയുള്ള MDF ബോർഡ് ഉപയോഗിച്ചിട്ടാണ് കിച്ചൺ കബോർഡ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ കബോർഡിൻ്റെ ഫിറ്റിംഗ്സ് ആയിട്ട് നൽകിയിരിക്കുന്നത് സ്ലീക്കിൻ്റെ 304 ഗ്രേഡുള്ള ഫിറ്റിംഗ്സാണ് നൽകിയിട്ടുള്ളത്. 4 ബാസ്ക്കറ്റാണ് കിച്ചൺ കബോർഡിൽ നൽകിയിരിക്കുന്നത്. പ്ലേറ്റ് ബാസ്ക്കറ്റ്, പ്ലെയിൻ ബാസ്ക്കറ്റ്, കട്ട്ലറി ബാസ്ക്കറ്റ്, കപ്പ് ആൻഡ് സോസർ ബാസ്ക്കറ്റ് എന്നിങ്ങനെ 3-4 പേർക്ക് നിന്ന് വർക്ക് ചെയ്യാൻ കണക്കിട്ടുള്ള വർക്കിംഗ് ട്രയാങ്കിളാണ് കിച്ചണിൽ നൽകിയിട്ടുള്ളത്. കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഒരു വലിയൊരു വർക്ക് ഏരിയയിലേക്കാണ്. ഈ വർക്ക് ഏരിയയിലും കിച്ചണിൽ കൊടുത്ത അതേ സൗകര്യങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ ആയിരുന്നാലും ഫ്രിഡ്ജിൻ്റെ പൊസിഷൻ ആയിരുന്നാലും എല്ലാം കിച്ചണിൽ വർക്ക് ഏരിയയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ നില ഭാവിയിൽ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ള രീതിയും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ അകത്തുള്ള സ്റ്റെയറും പുറത്തുള്ള സ്റ്റെയറും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അകത്തുള്ള സ്റ്റെയറും പുറത്തുള്ള സ്റ്റെയറും ചെന്ന് കയറുന്നത് ഒരേ ഒരു പൊസിഷനിലാണ്. നമ്മളിപ്പോൾ കാണുന്നത് പോലെ ഒരു സ്ഥലത്താണ് എത്തിച്ചേരുന്നത്. ആ ഒരു ലാൻഡിംഗ് ഏരിയ, അതിൽ കൂടിയാണ് മുകളിലത്തെ ഹാളിലേക്ക് നമ്മൾ എത്തുന്നത്. ശരിക്കും സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നമ്മൾ പർഗോള കൊടുത്തിട്ടുണ്ട്. ആ പർഗോളയിൽ കൊടുക്കുന്ന ലൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഡബിൾ ഹൈറ്റിൻ്റെ ഒരു ഫീല് വരികയും ആ പർഗോളയിൽ എന്ന് പറയുന്ന ലൈറ്റ് കൊണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഡൈനിങ് ഏരിയ, ഹാള് എല്ലാം അടക്കം വളരെ നല്ല രീതിയിലുള്ള പ്രകാശം കിട്ടുകയും ചെയ്യുന്നു. അത്രയ്ക്ക് ചൂട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും നാച്ചുറൽ ലൈറ്റ് അകത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമാക്കി ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്രമാത്രം ഹാള് കിട്ടുന്നുണ്ടോ അതേ ഹാള് തന്നെ നമുക്ക് മുകളിലും കിട്ടുന്നുണ്ട്. യാതൊരുവിധ സ്പേസും കുറയുന്നില്ല. അതുകൂടാതെ തന്നെ നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ അവിടെയുള്ള ഒരു ഡബിൾ ഹൈറ്റിൻ്റെ ഫീലിങ്സും നമുക്കിത് കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മൾ മുകളിലത്തെ നിലയിലുള്ള ഫസ്റ്റ് ഫ്ലോറിൽ ചെയ്തിട്ടുള്ള മാസ്റ്റർ ബെഡിൻ്റെ അലമാര. ആ റൂം, അതായത് സ്ലോപ്പ് റൂഫ് വരുന്നത് ഈ ഒരു പോർഷനിലാണ്. ഈ കാണുന്ന വീടിൻ്റെ ടൈൽസ് വർക്ക് ഫുള്ള് ചെയ്തിരിക്കുന്നത് ഡബിൾ ചാർജ്ഡ് വിട്രിഫൈഡ് ടൈൽസിൻ്റെയാണ്. കജാരിയുടെ ടൈൽസാണ് നമ്മളിതിനു വേണ്ടി ഫ്ലോറിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്തത്. എല്ലാ ബാത്റൂമിലും വാൾ മൗണ്ടിങ് ക്ലോസറ്റാണ് നൽകിയിട്ടുള്ളത്. ഇതാണ് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം.
അവിടെ നമ്മൾ റൂമിനോട് ചേർന്ന് തന്നെ ഡ്രസ്സിംഗ് റൂമിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് ഡ്രസ്സ് വെക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ഒരു തട്ടി കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ അതിനുള്ള അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വീടിൻ്റെ ടെറസിൽ നിന്ന് നോക്കുമ്പോൾ ലൈറ്റ് ഹൗസ് ബീച്ചിൽ നിന്നുള്ള വ്യൂ പോലത്തെ ഉള്ളൊരു വ്യൂ ആണ് നമുക്കും കിട്ടുന്നത്. അത്രയ്ക്ക് ഉയർന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അതിനടുത്തുള്ള പ്രകൃതി മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് വീക്ഷിക്കാവുന്നതാണ്. കണ്ടോ, വളരെ സ്പേസ് സേവിംഗ് ആയിട്ടുള്ള ഡിസൈനിങ് ആണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ടെറസ് ഏരിയ, ഫസ്റ്റ് ഫ്ലോർ ടെറസിൻ്റെ ഓപ്പൺ ഏരിയ നമുക്ക് ഫുൾ ഉപയോഗിക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ ടെറസിലുള്ള ഫുൾ ഏരിയ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പുറത്തുനിന്ന് വരുന്ന സ്റ്റെപ്പ് നേരെ കയറി വരുന്നത് അകത്തുള്ള സ്റ്റെപ്പിൻ്റെ അതേ ലാൻഡിംഗ് ആണ്. അതാണ് നമ്മളിപ്പോൾ ഈ വിഷ്വലിൽ കാണുന്നത്. കണ്ടോ, ഇതിപ്പോൾ പുറത്തുനിന്ന് വരുമ്പോഴും നമ്മൾ ചെന്ന് കയറുന്നത് അകത്തെ സ്റ്റെപ്പിൻ്റെ അവിടുത്തെ ലാൻഡിങ്ങിലാണ്. അതായത് വാടകയ്ക്ക് ഒരു പാർട്ടിക്ക് കൊടുത്താൽ പോലും തന്നെ താഴെയുള്ള ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ നമുക്ക് മുകളിലത്തെ നിലയും യൂസ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് സേഫ്റ്റി ആയിട്ട് കൂടിയാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ ഒരു വസ്തുവിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായൊരു ഷേപ്പായിരുന്നു. 4 സൈഡും 4 രീതിയിലുള്ള ബെൻഡ് ഉണ്ടായിട്ടുള്ള ഒരു ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ കിണറിൻ്റെ സ്ഥാനം കൊടുത്തിരിക്കുന്ന വീടിൻ്റെ ഫ്രണ്ടിൻ്റെ റൈറ്റ് സൈഡ് പോർഷനിലാണ്. വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനെ യാതൊരു രീതിയിലും ബാധിക്കാത്ത രീതിയിലാണ് നമ്മളിതിൻ്റെ കിണറിൻ്റെ സ്ഥാനം കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ മുറ്റത്തിന് ഇണങ്ങിയിട്ടുള്ള ഗ്രേ കളർ ഷെയ്ഡിലുള്ള 3 സൈഡിൽ നമ്മൾ ഇൻ്റർലോക്ക് കൊടുത്തിട്ടുണ്ട്. ഗ്രേ കളർ അതിൻ്റെ ഒരു കോമ്പിനേഷൻ. ആ ഒരു സ്റ്റോൺ പാത്ത് എന്ന ഗ്രേ പെയിൻറ്റ് തന്നെയാണ് നമ്മൾ സൈഡിലുള്ള കോമ്പൗണ്ട് വാളിന് നൽകിയിട്ടുള്ളത്. ഏറ്റവും ബേക്കിലായിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമ്മളൊരു സെർവൻറ്റ് ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. അത് ഇന്ത്യൻ ക്ലോസറ്റാണ് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് വീടിൻ്റെ പുറകുവശമാണ്. ബയോഗ്യാസിന് വേണ്ടിയിട്ടും തുണി അലക്കുന്നതിന് വേണ്ടിയിട്ടും ചെടികൾ നടുന്നതിന് വേണ്ടിയിട്ടും വേസ്റ്റ് ഇടുന്നതിന് വേണ്ടിയിട്ടുമുള്ള സ്പേസ് പ്രത്യേകമായിട്ട് ബാക്ക് സൈഡിലായിട്ട് നമ്മൾ നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് ഗേറ്റ് എന്ന് പറയുന്നത് ഡെക്ക് വുഡിൻ്റെയും GI പൈപ്പിൻ്റെയും മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് ഫ്രണ്ട് കൊടുത്തിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച ഇതിലും മെച്ചപ്പെട്ട വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് നേരിട്ട് കാണാം. ബൈ.